D4ന്റെ സബ് ഗ്രൂപ്പ്സ് കണ്ടുപിടിക്കണം. D4ന്റെ സബ് ഗ്രൂപ്പ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം 1 ഓർഡറുള്ള ഒരു സബ് ഗ്രൂപ്പ്, എല്ലാ ഗ്രൂപ്പിനും 1 ഓർഡറുള്ള ഒരു സബ് ഗ്രൂപ്പേ കാണുള്ളൂ. ആ സബ് ഗ്രൂപ്പ് ആരായിരിക്കും? സിംഗിൾട്ടൺ. അതിവിടെ റോ സീറോ ഐഡന്റിറ്റി ആയിട്ട് കാണും. ഇനി 2 എലമെന്റ് ഉള്ള സബ് ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. 2 എലമെന്റ് ഉള്ള സബ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായിട്ട് 2 എലമെന്റ് ഉള്ള സബ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. 2 എലമെന്റ് ഉള്ള സബ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ഐഡന്റിറ്റി എലമെന്റിനോടൊപ്പം ഓർഡർ 2 ആയിട്ടുള്ള എലമെന്റ്സ് അങ്ങ് എടുത്താൽ മതി. അപ്പൊ ഇവിടെ റോ സീറോനോടൊപ്പം ഓർഡർ 2 ആയിട്ടുള്ള എലമെന്റ് റോ 2 വരണം. കാരണം റോ 2ന്റെ ഓർഡർ 2 ആണ്. റോ 0 റോ 2 എടുത്ത് നോക്കിയേ. റോ 0 റോ 2 സെറ്റ് റോ 0 റോ 2. ഇത് ബൈനറി അല്ലേ? ഇത് ബൈനറി ആണ് അല്ലെ? നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, ഒരു ഗ്രൂപ്പിന്റെ ഫൈനൈറ്റ് സബ്സെറ്റ് സബ് ഗ്രൂപ്പ് ആണോ ചെക്ക് ചെയ്യാൻ നിങ്ങൾ ബൈനറി ഓപ്പറേഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഒരു ഗ്രൂപ്പിന്റെ ഫൈനൈറ്റ് സബ്സെറ്റ് സബ് ഗ്രൂപ്പ് ആണോ നോക്കാൻ വേണ്ടി ബൈനറി ഓപ്പറേഷൻ മാത്രം ചെക്ക് ചെയ്യും. ഇവിടെ നോക്കാം, റോ 0 റോ 0 റോ 0 റോ 2 റോ 2 റോ 0 റോ 2 റോ 0 റോ 2. അപ്പൊ സബ് ഗ്രൂപ്പാണ്. അടുത്ത് H3. അടുത്ത 2 ഓർഡറുള്ള എലമെന്റ് ആരാ? ഇവിടെ? അത് 2 ഓർഡറുള്ള എലമെന്റ് ഇവരെല്ലാവരും 2 ഓർഡറുള്ള എലമെന്റ് ആണ്. μ1 μ2 μ0 ഡെൽറ്റ 1 ഡെൽറ്റ 2 ഇതെല്ലാം 2 ഓർഡറുള്ള എലമെന്റ് ആണ്. അപ്പൊ അതൊന്ന് മാത്രം എടുത്താൽ മതി. H3 H4 H5 H6 ഇതാ കിട്ടി. എന്താ? റോ 0 μ1 റോ 0 μ2 റോ 0 ഡെൽറ്റ 1 റോ 0 ഡെൽറ്റ 2. ഇനി ഇവിടെ 3 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് വരും. ഇവിടെ 8 എലമെന്റ്സ് അല്ലേ? 8 എലമെന്റ്സ് ഉള്ള ഗ്രൂപ്പിന് 3 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് വരില്ലല്ലോ അല്ലെ? ഇവിടെ 8 ഓർഡറുള്ള D4 ആരാണ്? എനിക്ക് അതങ്ങ് എഴുതിക്കാം. D4 ആരാ? D4 സെറ്റ് റോ 0 റോ 1 റോ 2 റോ 3 μ1 μ2 ഡെൽറ്റ 1 ഡെൽറ്റ 2. ഇതാണ് D4. 8 ഓർഡറുള്ള എലമെന്റ്സിന് ഒരു ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. 2 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഉണ്ടാകാമെന്നേ പറയാവൂ. 4 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഉണ്ടാവാം. ഇനി 2 കഴിഞ്ഞാൽ 3 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഉണ്ടാവില്ല അല്ലെ? 3 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഉണ്ടാവില്ല. ഇവിടെ 4 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ 3 ഓർഡറുള്ള സബ് ഗ്രൂപ്പിനെ പറ്റി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 4 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് നോക്കിയേ. H4 4 ഓർഡറുള്ള എല്ലാ സബ്സെറ്റും എടുത്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന നോക്കുക. റോ 0 റോ 1 റൊട്ടേഷൻസ് മാത്രം കൊടുക്കുക. റോ 2 റോ 3 അതെപ്പോഴും സബ് ഗ്രൂപ്പ് ആയിരിക്കും. കാരണം എന്താ? അതിനിപ്പോ നമ്മുടെ ടേബിൾ നോക്കിയാൽ പോരെ. ഇത് നോക്കിയാൽ ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റ് നോക്കിയാൽ പോരെ. ഇവിടെ വരുന്ന റോ 0 റോ 1 റോ 2 റോ 3ന്റെ എല്ലാ ഓപ്പറേഷൻസും ഇവിടെ ആയാലും അപ്പൊ എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ അതൊരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോ അത് ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. അടുത്ത 4 ഓർഡറുള്ള മറ്റൊരു സബ് ഗ്രൂപ്പ് റോ 0 റോ 2 വരും. അടുത്ത് ഡെൽറ്റ 1 μ1 μ2. അതുപോലെ മറ്റൊരു സബ് ഗ്രൂപ്പ് റോ 0 റോ 2 വരും. ഓർഡർ 2 ആയിട്ടുള്ള റൊട്ടേഷൻ വരും. പിന്നെ ഡെൽറ്റ 1 ഡെൽറ്റ 2. റോ 0 റോ 2 വരും. പിന്നെ ഡെൽറ്റ 1 ഡെൽറ്റ 2. പിന്നെ വേണമെങ്കിൽ ഫോർമുല
പിന്നെ അടുത്ത സബ് ഗ്രൂപ്പ് ആരായിരിക്കും? D4 തന്നെയാണ് അല്ലെ. അടുത്ത H7 എന്നുള്ളത് D4 തന്നെ. അപ്പൊ എത്ര സബ് ഗ്രൂപ്പായി? 7 സബ് ഗ്രൂപ്പോ? 5 6 ഇതാരാ 7 അല്ലെ. 7 8 9 10 10 സബ് ഗ്രൂപ്പ് ആയല്ലേ. എത്ര എലമെന്റ്സേ ഉള്ളൂ? D4ൽ 8 എലമെന്റ്സേ ഉള്ളൂ. D4ന് 10 സബ് ഗ്രൂപ്പിനെ കിട്ടി നമുക്ക്. അതിന്റെ ലാറ്റസ്റ്റ് ഡയഗ്രാം വരച്ചാൽ അങ്ങനെ ഇരിക്കും ഇവിടെ. ലാറ്റസ്റ്റ് ഡയഗ്രാം ഫോർ D4 സബ് ഗ്രൂപ്പ് ഡയഗ്രാം അല്ലെങ്കിൽ ലാറ്റസ്റ്റ് ഡയഗ്രാം. ലാറ്റിസ് ഡയഗ്രാം സബ് ഗ്രൂപ്പ് ഡയഗ്രാം എങ്ങനെ എഴുതുക? നമ്മൾ ആദ്യം ആരാ അയക്കുക? റോ 0 അല്ലെ. പിന്നെ റോ 0 സബ്സെറ്റ് ആയിട്ട് വരുന്നത് രണ്ട് എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പുകൾ നോക്കാം. 2 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ് റോ 0 റോ 2 ഉണ്ട്. റോ 0 μ2 ഉണ്ട്. റോ 0 μ1 ഉണ്ട്. റോ 0 ഡെൽറ്റ 1 ഉണ്ട്. റോ 0 ഡെൽറ്റ 2 ഉണ്ട് അല്ലെ. എല്ലായിടത്തോട്ടും ലൈൻ ഉണ്ടാവും. കാരണം എന്താ? എല്ലാവരുടെയും സബ്സെറ്റ് റോ 0 ആയിട്ട് വരും. ഇനി 4 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ് 4 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ ഇവിടെ ഞാൻ 4 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ റോ 0 റോ 2 μ1 μ2 4 എലമെന്റ് ഉള്ള ഒരു സബ് ഗ്രൂപ്പാണ്. പിന്നെ റോ 0 റോ 1 റോ 2 റോ 3 4 എലമെന്റ് ഉള്ള മറ്റൊരു സബ് ഗ്രൂപ്പാണ്. പിന്നെ റോ 0 റോ 2 ഡെൽറ്റ 1 ഡെൽറ്റ 2. നോക്കിയേ ഇവിടെ വരുന്നത് നോക്കിയേ, ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ് താഴെ. റോ 0 ഡെൽറ്റ μ2 ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. റോ 0 റോ 2 ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. അതേപോലെ ഇവിടെ റോ 2 അല്ലേ, ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ് റോ 0 റോ 2. ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ് റോ 0 റോ 2. ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ് റോ 0 ഡെൽറ്റ 1. ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ് റോ 0 ഡെൽറ്റ 2. ഇനി എല്ലാം കൂടി ഒരിടത്തോട്ട് വരയ്ക്കാമല്ലോ. ഇനി ആര് മാത്രമേ ഉള്ളൂ? D4 മാത്രം. അപ്പോൾ D4ന് 10 സബ് ഗ്രൂപ്പ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 10. D4ൽ 8 എലമെന്റ്സേ ഉള്ളൂ. D4ന് 10 സബ് ഗ്രൂപ്പ്സ് ആണ്. D4ന്റെ എലമെന്റ്സിന് D4 എന്ന് വെച്ചാൽ എന്താണ്? ഫോർത്ത് ഡൈഹെഡ്രൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സിമെട്രീസ് ഓഫ് സ്ക്വയർ. അവിടെ സബ്സെറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലാറ്റിസ് ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണ്? ലാറ്റിസ് ഡയഗ്രാം ആണെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. അപ്പൊ ജനറൽ ആയിട്ടൊരു ഫോർമുല പറയാം. നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് Dn. നമ്പർ ഓഫ് subgroups of Dn. Number of subgroups of Dn is equal to number of divisors of n plus sum of divisors of n. സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. വരുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും ഇവിടെ 4 n ഇവിടെ 4 അല്ലേ. എത്ര ഡിവൈസേഴ്സ് ഉണ്ട്? എന്നിന്റെ ഡിവൈസേഴ്സ് ആരൊക്കെ? 1 2 3 1 2 4. ഇപ്പൊ എത്ര ഡിവൈസേഴ്സ് ഉണ്ട്? 3 എണ്ണം. ഇവിടെ സം എത്ര? 1 + 2 + 4 എത്ര? 7. ഇനി 3 + 7 എന്താ? നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഓഫ് n 4 +
സം ഓഫ് ഡിവൈസേഴ്സ് ഓഫ് 4 is equal to 10. നമ്മളെ D3 കണ്ടുപിടിച്ചല്ലോ. n is equal to 3. 3ന്റെ ഡിവൈസേഴ്സ് ആരൊക്കെ? 1ഉം 3യും. സം ഓഫ് ഡിവൈസേഴ്സോ 1 plus 3 4. ഇവിടെ 1ഉം 3 രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ടോട്ടൽ 2 plus 4 is equal to 6. കണ്ടാണ് D3ക്ക് 6 സബ് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. D3യില് 6 എലമെന്റ്സും ഉണ്ട്, 6 സബ് ഗ്രൂപ്പ്സും ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചാണ്. D3യിൽ 6 സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതാ. D3യിൽ 6 സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ ഈ ഫോർമുല അറിയാമെങ്കിൽ ജനറൽ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് Dn ഈസ് നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഓഫ് n പ്ലസ് സം ഓഫ് ഡിവൈസേഴ്സ് ഓഫ് n. നമ്പർ ഓഫ് നമുക്ക് D4 ഒക്കെ വരെ വരുള്ളൂ. വേണമെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൂടുന്നില്ല. എലമെന്റ്സിന്റെ ഒക്കെ ഒന്ന് കൂടി പോലെ അത്രയും നമുക്ക് ജനറൽ ആയിട്ട് പറഞ്ഞാല് ഇൻ ജനറൽ Dn has number of elements of Dn is equal to 2n. 2nല് n റൊട്ടേഷൻസും n റിഫ്ലക്ഷൻസും ആണ്. അല്ല, n റൊട്ടേഷൻസും ആദ്യത്തെ n റൊട്ടേഷൻസും ബാക്കി റിമൈനിങ് n റിഫ്ലക്ഷൻസ് ആണ്. അങ്ങനെയാണ് n plus n 2n ആവുന്നത്. പകുതി റൊട്ടേഷൻസും പകുതി റിഫ്ലക്ഷൻസും ആണ്. പിന്നെ ഈ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 2, നമ്പർ ഓഫ് റിഫ്ലക്ഷൻസിന്റെ ഒക്കെ ഓർഡർ എപ്പോഴും 2 ആയിരിക്കും. റിഫ്ലക്ഷൻസിന്റെ ഒക്കെ ഓർഡർ ഓഫ് റിഫ്ലക്ഷൻ, ഓർഡർ ഓഫ് എവറി റിഫ്ലക്ഷൻ, എല്ലാ റിഫ്ലക്ഷൻസിന്റെയും ഓർഡർ 2 ആയിരിക്കും. ഓർഡർ ഓഫ് എവറി റിഫ്ലക്ഷൻസ് ഇസ് ഈക്വൽ ടു 2. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 2. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, D3യില് ഓർഡർ 2 ഉള്ള 3 എലമെന്റ്സ് ഉണ്ടായിരുന്നു. D4ല് ഓർഡർ 2 ഉള്ള 4 എലമെന്റ്സ് ഉണ്ടായിരുന്നു. D3യില് ഓർഡർ 2 ഉള്ള 3 എലമെന്റ്സ് ഉണ്ടായിരുന്നു. β1, β2, β3. പക്ഷെ D4ല് ഓർഡർ 2 ഉള്ള 5 എലമെന്റ്സ് വന്നു. ρ2ന്റെ ഓർഡർ 2 ആയിരുന്നു. Δ1, Δ2, μ1, μ2. അങ്ങനെ 5 എലമെന്റ്സിന്റെ ഓർഡർ 2 ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 2, number of elements of order 2 is equal to n if n is even, n if n is odd, n plus 1 if n is even. ഇതൊക്കെ മതി. dnന്റെ കാര്യത്തില് വളരെ കാര്യമായിട്ട് dn ഒക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെയും. നെക്സ്റ്റ് നമ്മൾ സൈക്കിൾ നൊട്ടേഷൻ പറയാം. സൈക്കിൾ നൊട്ടേഷൻ, അതായത് ഒരു പെർമ്യൂട്ടേഷൻ നമുക്ക് എന്തായിട്ട് പറയാം, ഒരു സൈക്കിൾ ആയിട്ട് നോട്ട് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെ വാരി വലിച്ചിട്ട് പെർമ്യൂട്ടേഷൻ എഴുതേണ്ട ആവശ്യമില്ല. പെർമ്യൂട്ടേഷനെ വാരി വലിച്ചിട്ട് നമ്മളിപ്പോ എഴുതി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പെർമ്യൂട്ടേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഒരു റോയും ഒരു കോളം, 2 റോസ് ഒക്കെ എഴുതേണ്ട ആവശ്യമില്ല. ഒറ്റ let rho be a permutation. Let rho be a permutation
നമ്മളെപ്പോഴും എസ് എന്നിനെ പറ്റി പറയുള്ളൂ, വേറെ പെർമ്യൂട്ടേഷൻസ് നമുക്ക് പറയാനില്ല. പെർമ്യൂട്ടേഷൻ ഇൻ എസ് എൻ, എസ് എന്നിലെ ഒരു പെർമ്യൂട്ടേഷൻ ആണ് റോ. ഇവിടെ എസ് എൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? വാട്ട് ഈസ് എസ് എൻ? വാട്ട് ഈസ് എസ് എൻ? 1 2 3 എക്സെട്ര എൻ എന്ന സെറ്റിലെ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനെയാണ് നമ്മൾ എസ് എൻ എന്ന് വിളിക്കുന്നത്, അല്ലേ? 1 2 3 എക്സെട്ര എൻ എന്ന സെറ്റ് ഉപയോഗിച്ച് എനിക്ക് എത്ര പെർമ്യൂട്ടേഷൻസ് ഉണ്ടാക്കാം? n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് ഉണ്ടാക്കാം. Sn is the collection of all permutations of the set 1 2 3 etc. n. So number of elements of Sn is n factorial. What is a permutation? Permutation on a set A is a function from A to A which is both 1 1 and 1 2. Permutation നമ്മൾ എങ്ങനെ എഴുതുന്നത്? 1 2 3 4 etc. n എന്ന് എഴുതിയിട്ട് ഈ പെർമ്യൂട്ടേഷന്റെ പേര് ആൽഫ ആണെങ്കിൽ ഇവിടെ 1ന്റെ താഴെ ഒരു ഇമേജ് എഴുതും, അതിനെ ആൽഫ 1 എന്ന് വിളിക്കും. 2ന്റെ താഴെ ഒരു ഇമേജ് എഴുതും, അതിനെ ആൽഫ 2 എന്ന് വിളിക്കും. 3ന്റെ താഴെ ഒരു ഇമേജ് എഴുതും, അതിനെ ആൽഫ 3 എന്ന് വിളിക്കും. 4ന്റെ താഴെ ഒരു ഇമേജ് എഴുതും, അതിനെ ആൽഫ 4 എന്ന് വിളിക്കും. എക്സെട്ര എന്നിന്റെ താഴെ ഒരു ഇമേജ് എഴുതും, അതിനെ ആൽഫ n എന്ന് വിളിക്കും. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്, അല്ലെ? അങ്ങനെയാണ് പെർമ്യൂട്ടേഷനെ പറ്റി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോ എസ് എന്നിലെ ഒരു പെർമ്യൂട്ടേഷൻ ആണ് റോ അല്ലെങ്കിൽ സിഗ്മ എന്ന് കൊടുക്കുക. നമുക്ക് സൗകര്യമുള്ള ഒരു വ്യാപകമായിട്ട് സിഗ്മ ഉപയോഗിക്കാം. ലെറ്റ് സിഗ്മ ബി എ പെർമ്യൂട്ടേഷൻ ഇൻ എസ് എൻ. ഇനി then sigma is called a cycle of length r. Then sigma is called a cycle of length r if there exist distinct symbols. If there exist distinct symbols, if there exist distinct symbols a1 a2 etc. ar, അതായത് 1 2 3 etc. എന്ന സെറ്റിലെ ഏതൊക്കെ എലമെന്റ്സുകളാണ് a1 a2 a3 etc. ar, such that sigma of a1 is equal to a2, sigma of a2 is equal to a3, sigma of a3 is equal to a4, etc. Sigma of ar minus 1 is equal to ar, and sigma of ar is equal to a1, and sigma of b is equal to b for all b element of set of a1 അല്ല a1 a2 a3 etc. ar ഒഴികെയുള്ള എലമെന്റ്സ് ആണ്. അത് b element of, എങ്ങനെ പറയാ, b not element of a1 a2 a3 etc. ar. ആണോ? And this cycle is represented by the symbol. This cycle is represented by the symbol ഇങ്ങനെ ഓപ്പൺ ബ്രേസസ് ആണ് a1 a2 a3 etc. ar. ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഈ കാര്യം നിസ്സാരമാണ്. ഒരു സൈക്കിൾ ഇപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു പെർമ്യൂട്ടേഷൻ ഉണ്ട്. ഇപ്പോൾ S5 ഒരു പെർമ്യൂട്ടേഷൻ 1 2 3 4 5. ഇപ്പോൾ 1ന്റെ ഇമേജ് 1, 2ന്റെ ഇമേജ് 3,
2ന്റെ ഇമേജ് 3, 3ന്റെ ഇമേജ് 5, 5ന്റെ ഇമേജ് 2, 4 ഫിക്സഡ്. നോക്കിയേ ഇവിടെ കണ്ടല്ലോ, ഈ പെർമ്യൂട്ടേഷനിൽ 1ഉം ഫിക്സഡ് ആണ്, 4ഉം ഫിക്സഡ് ആണ്. 2 എങ്ങോട്ട് പോകുന്നു? 3ലോട്ട് പോകുന്നു. 3 എങ്ങോട്ട് പോകുന്നു? 5ലോട്ട് പോകുന്നു. 5 എങ്ങോട്ട് പോകുന്നു? 2ലോട്ട് പോകുന്നു. അപ്പോ ഇതിനെ എനിക്ക് ഇങ്ങനെ സൈക്കിളായിട്ട് നോട്ട് ചെയ്യാം. എങ്ങനെയാ? 2, 3, 5 ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. സിഗ്മ എന്ന പെർമ്യൂട്ടേഷന് കാര്യം എന്താ? സിഗ്മ ഓഫ് 2 is equal to 3. Sigma of 3 is equal to 5. Sigma of 5 ഇവിടെ തിരിച്ചു വന്നു, 2ല് വന്നു. അപ്പോ ബാക്കി നോക്കിയേ. ഇനി സിഗ്മ ഓഫ് 1, ബാക്കി ഇവിടെ ഈ സൈക്കിളിൽ ഇല്ലാത്ത ആൾക്കാർ, ഈ സൈക്കിളിലുള്ള ആൾക്കാർ 2, 3 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ഫിക്സഡ് ആണ്. സിഗ്മ ഓഫ് 1 ആണ്. സിഗ്മ ഓഫ് 4 ആണ്. ഇതാണ് തൊട്ട് മുമ്പേ പറഞ്ഞേ. എന്താ? Let sigma be a permutation Sn, then sigma is a cycle of length in length R if there exist distinct symbols A1, A2, etc. AR such that sigma of A1, A2, sigma of A2, A3, sigma of A3, A4, etc. sigma of AR minus 1 AR and sigma of AR is equal to A1, A1, A2, A2, A3, A3, A4, A4, A5, etc. AR minus 1 AR, AR, AR1, AR ഇങ്ങനത്തെ AR A1 ആയി, A1, A2 ആയി. വീണ്ടും സൈക്കിളായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇനി ഇവിടെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഫിക്സഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സിഗ്മ എന്ന പെർമ്യൂട്ടേഷനെ എങ്ങനെ എഴുതാം? സൈക്കിൾ, ഇതിനെ വായിക്കുന്ന സൈക്കിൾ A1, A2, A3, etc. AR എന്ന്. ഇവിടെ നെസൻ വേണ്ട, സിഗ്മ ബി എ പെർമ്യൂട്ടേഷൻ എടുത്താൽ. Then sigma is called a cycle of length R if there exist distinct symbols A1, A2, A3, etc. AR such that A1 ന്റെ ഇമേജ് A2 ആണ്, A2 ന്റെ ഇമേജ് A3 ആണ്, A3 ന്റെ ഇമേജ് A4 ആണ്, etc. അവസാനം AR ന്റെ ഇമേജ് വീണ്ടും A1 ആവും. ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം ഫിക്സഡ് ആണ്. ഇപ്പോൾ 1-2 എക്സാമ്പിൾ പറഞ്ഞാൽ, let sigma is equal to, ഞാൻ S10 ഒരു പെർമ്യൂട്ടേഷൻ എടുക്കുകയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. S10 ഒരു എലമെന്റ് ആണിത്. ഇമേജ് 1, 2 ഫിക്സഡ്. എനിക്ക് പെർമ്യൂട്ടേഷൻ ആവൂലല്ലോ. 1, 3, 2 ഫിക്സഡ്, 3, 4, 5, 6, 7, 8, 1, 9, 10 ഫിക്സഡ്. ഓക്കെ, ഇങ്ങനെ ഒരു പെർമ്യൂട്ടേഷൻ എടുത്താലോ? 1 3ലോട്ട് പോകുന്നു, 3 4ലോട്ട് പോകുന്നു, 4 5ലോട്ട് പോകുന്നു, 5 6ലോട്ട് പോകുന്നു, 6 7ലോട്ട് പോകുന്നു, 7 8ലോട്ട് പോകുന്നു, 8 1ലോട്ട് പോകുന്നു, അല്ലേ? ദാറ്റ് ഈസ്, ഇവിടെ വേണമെങ്കിൽ പേര് മാറ്റി കൊടുക്കാം, റോ എന്ന് പേര് കൊടുക്കാം. റോ ഓഫ് 1 is equal to 3, റോ ഓഫ് 3 is equal to 4, റോ ഓഫ് 4 is equal to 5, അടുത്ത റോ ഓഫ് 5 is equal to 6, row of 6 is equal to 7, row of 7 is equal to 8, row of 8 is equal to 1. ശരിയല്ലേ? row of 8 is equal to 1 and row of 2 fixed ആണ്, row of 9 ഫിക്സഡ് ആണ്. ഫിക്സഡ് എന്ന് വെച്ചാൽ ഇതിന്റെ ഇമേജ് സെയിം എന്നാണ്. റോ ഓഫ് 10 is equal to 10 ആണ്. കണ്ടില്ലേ? 1 3ലോട്ട് പോകുന്നു, 3 4ലോട്ട് പോകുന്നു, 4 5ലോട്ട് പോകുന്നു, 5 6ലോട്ട് പോകുന്നു, 6 7ലോട്ട് പോകുന്നു, 7 8ലോട്ട് പോകുന്നു, 8 1ലോട്ട് പോകുന്നു. So sigma rho can be expressed as cycle of ഇങ്ങനെ 1 3 1, 3, 4, 5, 6 7 8.
ഇങ്ങനെ എഴുതിയാൽ മതി. ഇനിയിപ്പോൾ തിരിച്ചു പറയാം. ഇപ്പൊ തിരിച്ചു പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പോ സപ്പോസ് mu is equal to 3, 2, 5, 4, 6, 7, 9 in S9. S9 ഒരു പെർമ്യൂട്ടേഷൻ ആണ് mu എന്ന പെർമ്യൂട്ടേഷനെ ഒരു സൈക്കിൾ കൊണ്ട് തന്നിരിക്കുകയാണ്, സൈക്കിളായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ then what is mu എന്ന പെർമ്യൂട്ടേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? S9 എലമെന്റ് ആയതുകൊണ്ട് 1, 2, 3, 4, 5, 6, 7, 8, 9 ഇതാണ് ഫസ്റ്റ് റോ. സെക്കൻഡ് റോ എന്തായിരിക്കും? ഇവിടെ 3ന്റെ ഇമേജ് 2 ആണ്, 2ന്റെ ഇമേജ് 5 ആണ്, 2ന്റെ ഇമേജ് 5 ആണ്, 2ന്റെ ഇമേജ് 2ന്റെ അല്ലെ 3ന്റെ ഇമേജ് എന്താണ്? 3ന്റെ ഇമേജ് 2 ആണ്, 2ന്റെ ഇമേജ് 5 ആണ്, 2ന്റെ ഇമേജ് 5 ആണ്. അടുത്ത് 5ന്റെ ഇമേജ് 4 ആണ്, 4ന്റെ ഇമേജ് 6 ആണ്, 6ന്റെ ഇമേജ് ആരാണ്? ഇവിടെ തന്നിരിക്കുന്നത് 3ന്റെ ഇമേജ് 2, 2ന്റെ ഇമേജ് 5, 5ന്റെ ഇമേജ് 4, 4ന്റെ ഇമേജ് 6, 6ന്റെ ഇമേജ് 7, 7ന്റെ ഇമേജ് 9, 9ന്റെ ഇമേജ് 3 ആയിരിക്കും. ബാക്കിയെല്ലാം ഫിക്സഡ്. ആരൊക്കെ ഫിക്സഡ് ആയിരിക്കും? ഇതിലില്ലാത്ത ആൾക്കാർ 1ഉം 8. അപ്പോ ഒരു പെർമ്യൂട്ടേഷനെ നമുക്ക് കുറച്ചുകൂടി ഇതൊക്കെ സൗകര്യത്തിനോട് നമ്മൾ കണ്ടുപിടിച്ച സാധനങ്ങളാണ് അല്ലേ. ഒരു പെർമ്യൂട്ടേഷനെ ഇങ്ങനെ 2 റോ ആയിട്ട് എഴുതുന്നതിന് പകരം ഒറ്റ സിംഗിൾ സൈക്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോ consider a cycle. Rho is equal to 2, 4, 5, 1, 2, 4, 5, 1 in S5. Then ഈ 2, 4, 5, 1 എനിക്ക് എങ്ങനെ പെർമ്യൂട്ടേഷൻ ആയിട്ട് എഴുതാം? Rho is equal to 2, 4, 5, 1 എങ്ങനെ എഴുതാം? 1, 2, 3, 4, 5. സെക്കൻഡ് റോ എന്താണ്? 2ന്റെ ഇമേജ് 4 ആണ്, 4ന്റെ ഇമേജ് 5 ആണ്, 5ന്റെ ഇമേജ് 1 ആണ്, 1ന്റെ ഇമേജ് 2 ആണ്, 3 ഫിക്സഡ് ആണ്. ഇവിടെ നോക്കടേ, ഇനി 2, 4, 5, 1 ഇങ്ങനെയല്ലേ? വാട്ട് ഈസ് 4, 5, 1, 2? 4, 5, 1, 2 എന്നതോ? ഈ പെർമ്യൂട്ടേഷൻ എങ്ങനെ എഴുതാം? ഈ സൈക്കിളിന് എങ്ങനെ എഴുതാം? 1, 2, 3, 4, 5. എടോ 4 എങ്ങോട്ട് പോകും? 5ലോട്ട് പോകും. 4 goes to 5, 5 goes to 1, 1 goes to 2, 2 goes to 4. 3 ഫിക്സഡ്. എടോ ഈ പെർമ്യൂട്ടേഷനും സെയിം അല്ലേ? അതുപോലെ ഇപ്പോ what is cycle 5, 1, 2, 4? 5, 1, 2, 4 എന്താ? 5, 1, 2, 4. 1, 2, 3, 4, 5. 5 1 ആവും, 1 2 ആവും, 2 4 ആവും, 4 5 ആവും, 3 ഫിക്സഡ് ചെയ്യും. ഓക്കെ, 2 4 5 1 ആണ്, 4 5 1 2 4. ഇത് തന്നെയാണ് ഇത് തന്നെയാണ് 5 1 2 4 അല്ലേ? ഇനി ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ 5 1 അടുത്ത് 1 2 4 5. ഇവിടെ ഒന്ന് ഞാൻ സൈക്ലിക്കായിട്ട് മാറ്റിയത് കണ്ടോ നിങ്ങൾ? ഇത് 2 4 5 1, 2 4 5 1. അടുത്ത് 4 5 1 2 അതാണ് എഴുതിയിരിക്കുന്നത്. അടുത്തെഴുതിയിരിക്കുന്നത് 5 1 2 4, 5 1 2 4. അടുത്ത് ഞാൻ 1 2 4 5.
1 2 4 5 എന്താ ഫസ്റ്റ് റോ 1 2 3 4 5 സെക്കൻഡ് റോ എന്താ 1 ന്റെ ഇമേജ് 2 2 ന്റെ ഇമേജ് 4 4 ന്റെ ഇമേജ് 3 4 ന്റെ ഇമേജ് 5 5 ന്റെ ഇമേജ് 1 ഇതല്ലേ അപ്പൊ എനിക്ക് ഇവിടെ എന്ത് മനസ്സിലായി ദാറ്റ് ഈസ് സൈക്കിൾ 2 4 5 1 is equal to cycle 4 5 1 2 is equal to cycle 5 1 2 4 is equal to 5 1 2 4 is equal to 1 2 4 5 നിങ്ങൾ വീണ്ടും എഴുതിയാല 2 4 5 1 അല്ലേ സൈക്കിൾ ഇതെല്ലാം സെയിം ആണ് എല്ലാ സൈക്കിൾസും സെയിം ആണ് അപ്പോ ഇവിടെ സൈക്കിൾസ് എന്ന് വെച്ചാൽ പെർമ്യൂട്ടേഷൻ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ് അല്ലെ cycles are special types of permutations alle cycles are special type of permutations cycles are special type of permutations well അടുത്തു ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇപ്പൊ രണ്ട് കൺസിഡർ റോ 1 is equal to 2 3 4 and row 2 is equal to 1 5 in SY. ഈ രണ്ട് പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലൈ ചെയ്യാൻ എന്തായിരിക്കും ഇവിടെ then what is row 1 into row 2 row 1 എന്ന് വെച്ചാൽ 2 3 4 എന്ന സൈക്കിളും 1 5 എന്ന സൈക്കിളും കൂടി മൾട്ടിപ്ലൈ ഇങ്ങനെ സൈക്കിൾസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാലേ നിങ്ങൾ row 1 row 2 ആദ്യം ആ സൈക്കിൾസ് എഴുതുക പെർമ്യൂട്ടേഷൻസ് 2 3 4 S5 ൽ എങ്ങനെ ഇരിക്കും 1 2 3 4 5 2 ന്റെ ഇമേജ് 3 3 ന്റെ ഇമേജ് 4 4 ന്റെ ഇമേജ് 2 ബാക്കി ഫിക്സഡ് ആയിരിക്കും 1 ഉം 5 ഉം ഫിക്സഡ് ആയിരിക്കും ഈ 1 5 എന്ന പെർമ്യൂട്ടേഷൻ എങ്ങനെ ഇരിക്കും 1 5 എന്ന പെർമ്യൂട്ടേഷൻ 1 5 ഒരു സൈക്കിൾ അല്ലേ ഇതൊരു പെർമ്യൂട്ടേഷൻ അല്ലേ ഇതെങ്ങനെ ഇരിക്കുക 1 2 3 4 5 1 5 ലോട്ട് പോകും 5 1 ലോട്ട് പോകും ബാക്കി എല്ലാം ഫിക്സഡ് ആണ് നോക്കിയേ ഈ രണ്ട് പെർമ്യൂട്ടേഷനും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞവരല്ലേ നമ്മള് നോക്കിയേ ഇവിടെ 1 ന്റെ ഇമേജ് എന്തായിരിക്കും ഇവിടെ 1 ന്റെ ഇമേജ് 5 ആണ് ഈ 5 ന്റെ ഇമേജ് ഇവിടെ 5 ആണ് അപ്പൊ 1 ന്റെ ഇമേജ് ആരാ 1 ന്റെ ഇമേജ് 5 ആവും അടുത്ത് നമുക്കിവിടെ 2 ന്റെ ഇമേജ് കാണാം അല്ലെ 2 ന്റെ ഇമേജ് ഇവിടെ 2 അങ്ങോട്ട് പോകുന്നു 2 ലോട്ട് പോകുന്നു ഇവിടെ 2 അങ്ങോട്ട് പോകുന്നു 3 ലോട്ട് പോകുന്നു അപ്പൊ ഇവിടത്തെ ആളാരാ 3 അടുത്ത് ഇവിടെ 3 ന്റെ ഇമേജ് 3 ആണ് ഇവിടെ 3 ന്റെ ഇമേജ് 4 ആണ് അപ്പൊ ഇവിടത്തെ 3 ന്റെ ഇമേജ് 4 ആവും അടുത്തിവിടെ നമുക്ക് 4 ന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ 4 അങ്ങോട്ട് പോകുന്നു 4 ലോട്ട് പോകുന്നു ഇവിടെ 4 അങ്ങോട്ട് പോകുന്നു 2 ലോട്ട് പോകുന്നു അപ്പോ ഇവിടുത്തെ ഇമേജ് 2 ആണ് ഇവിടെ 5 ന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ 5 ഇവിടെ എങ്ങോട്ട് പോകുന്നു 1 ലോട്ട് പോകുന്നു 1 ഇവിടെ 1 ലോട്ട് പോകുന്നു അപ്പോൾ ആൻസർ എന്ത് ഇവിടെ 1 എടോ ഇതിനൊരു സൈക്കിളായിട്ട് എഴുതാൻ പറ്റുമോ എല്ലാ പെർമ്യൂട്ടേഷനെയും ഒറ്റ സൈക്കിളായിട്ട് എഴുതാൻ പറ്റണമെന്നില്ല എല്ലാ പെർമ്യൂട്ടേഷനെയും ഒറ്റ സൈക്കിളായിട്ട് എഴുതാൻ പറ്റണമെന്നില്ല നോക്കേ 1 5 5 1 അതങ്ങ് അവസാനിച്ചു അടുത്ത് 2 3 3 4 4 2 ഇത് ഒരു സൈക്കിൾ അല്ല രണ്ട് സൈക്കിളുകളുടെ പ്രോഡക്റ്റ് ആണ് അല്ലേ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ശരിയല്ലേ അപ്പോൾ ദാറ്റ് ഈസ് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റി എന്താ 1 2 3 4 5 5 3 4 2 1 എന്ന പെർമ്യൂട്ടേഷനെ രണ്ട് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റി 2 3 4 എന്ന സൈക്കിളിന്റെയും 1 5 എന്ന സൈക്കിളിന്റെയും
പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റി. പക്ഷെ ഇതൊരു സിംഗിൾ സൈക്കിൾ അല്ല. അപ്പൊ പ്രോഡക്റ്റ് ഓഫ് 2 cycles need not be a cycle. അല്ലെ, പ്രോഡക്റ്റ് ഓഫ് 2 cycles need not be a cycle. Product of 2 cycles need not be a cycle. എന്താവണമെന്നില്ല, ഒരു സൈക്കിൾ ആകണമെന്ന് ഇല്ല. ഒരു പെർമ്യൂട്ടേഷൻ തന്നെ, ഇതൊരു പെർമ്യൂട്ടേഷൻ തന്നെ. അപ്പൊ ഒരു പെർമ്യൂട്ടേഷനെ 2 സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിക്കണ്ടു. പക്ഷെ 2 സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആണ്, ഇത് ഒറ്റ സൈക്കിൾ ആയിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോ 2 സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ഒറ്റ സൈക്കിൾ ആകണമെന്നില്ല എന്നാണ് ഈ എക്സാമ്പിളിൽ. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ 2 സൈക്കിൾസും ഡിസ്ജോയിന്റ് ആണ് അല്ലെ. ഈ സൈക്കിളിലും കോമൺ ആയിട്ട് ആരും ഇല്ലല്ലോ. 2 സൈക്കിൾസ് ഡിസ്ജോയിന്റ് ആവണമെന്ന് വെച്ചാൽ അവയുടെ കോമൺ എലമെന്റ്സ് ഉണ്ടാവണമെന്നില്ലല്ലേ. കോമൺ എലമെന്റ്സ് ഉണ്ടാകണമെന്നില്ല എന്നല്ലേ. അപ്പോ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ലെറ്റ് ആൽഫ എന്നൊരു പെർമ്യൂട്ടേഷൻ വൺ 2 3 4 5 6 2 3 2 1 3 5 4 6 and beta is equal to 1 2 3 4 5 6 6 1 2 4 3 5. Compute ഒന്ന് ആൽഫ ഇൻവേഴ്സ്, ബീറ്റ ആൽഫ, ആൽഫ ബീറ്റ. ഇവിടെ ആൽഫ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. നമ്മൾ ശ്രദ്ധിക്കുക, ആൽഫ ഒരു പെർമ്യൂട്ടേഷൻ ആണല്ലോ. പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? 1 2 3 ആൽഫ ഒരു പെർമ്യൂട്ടേഷൻ. ആൽഫ എന്ന സെറ്റ് ഈ ഫംഗ്ഷൻ ആണ്. എവിടെ നിങ്ങോട്ടുള്ള ഫംഗ്ഷൻ ആണ്? ആൽഫ ഇസ് എ ഫംഗ്ഷൻ ഫ്രം സെറ്റ് 1 2 3 4 5 6 to 1 2 3 4 5 6 വിച്ച് ഈസ് ബോത്ത് 1 1 ആൻഡ് 1 2 അല്ലെ. അപ്പോ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഫംഗ്ഷൻ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്തുണ്ട്, നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ആൽഫ എന്ന ഫംഗ്ഷൻ എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ ആൽഫ ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ ബി എന്ന സെറ്റിൽ നിന്ന് എ എന്ന സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതും ബൈജക്റ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ബൈജക്റ്റീവ് ആയാൽ മതിയല്ലോ. അപ്പൊ ഇവിടെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള തിയറംസ് പറയുന്നത് അല്ലെ. അപ്പോ എ എന്ന സെറ്റില് പഠിച്ചിട്ടുള്ള തിയറംസ് പറയുന്നത് എന്താ? എ എന്ന സെറ്റിലെ എലമെന്റ്സുകളുടെ എണ്ണവും ബി എന്ന അതുപോട്ടെ, എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നു. ആ ഫംഗ്ഷൻ 1 1 1 2 ആണെങ്കിൽ തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ഫംഗ്ഷൻ എന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയും. അത് 1 1 1 2 ആയിരിക്കും. നമുക്കിവിടെ എയിൽ നിന്ന് എങ്ങോട്ട് തന്നെയാണ്? എയിലോട്ട് തന്നെയാണ് അല്ലെ. അപ്പോ ഇവിടെ എയിൽ നിന്ന് എയിലേക്കുള്ള ഫംഗ്ഷൻ ആണ് ആൽഫ. അപ്പൊ തിരിച്ച് എയിൽ നിന്ന് എയിലേക്ക് തന്നെ ആൽഫ ഇൻവേഴ്സ് വരും. അതും ബൈജക്റ്റീവ് ആയിരിക്കും. അപ്പൊ ആൽഫ ഇൻവേഴ്സ് ഇവിടെ തന്നിരിക്കുന്ന ആൽഫ ഇങ്ങനെയാണെങ്കിൽ ആൽഫ ഇൻവേഴ്സ് എഴുതാൻ വേണ്ടിയാണെങ്കിൽ തിരിച്ചിട്ടാവും. അപ്പൊ ആൽഫ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എലമെന്റ്സ് എഴുതുക 1 2 ആക്ച്വലി തിരിച്ചിടാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക. അങ്ങനെ 2 1 2 1 3 5 4 6 എന്നല്ലേ തിരിച്ചു വരും. 2ന്റെ ഇമേജ് 1 ആവും അല്ലെ. ഇവിടെ നിങ്ങൾ തിരിഞ്ഞു പോകും. ഇവിടെ 2 1 ആവും, 1 2 ആവും, 3ന്റെ 3ന്റെ 5ന്റെ 4 ആവും, 4ന്റെ 5 ആവും, 6ന്റെ 6 ആവും അല്ലെ. തിരിച്ചിടുക 2 1 ഇനി 1 2 3 4 5 6 ഇതാണ്. കുറച്ചുകൂടി എളുപ്പത്തിന് എഴുതാൻ പറഞ്ഞാല് ആൽഫ ഇൻവേഴ്സ് നമുക്ക് എപ്പോഴും ഒരു പെർമ്യൂട്ടേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് റോ എങ്ങനെ എഴുതുക? 1 2 3 അടുക്കും ചിട്ടയോടെ എഴുതുമല്ലോ.
1 2 3 4 5 6. ഇവിടെ നോക്കിയാൽ മതി 1ന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ. ഇവിടെ 1ന്റെ ഇമേജ് താഴെ മുകളിലോട്ട് പോയി 1ന്റെ ഇമേജ് 2. ഇൻവേഴ്സ് എടുക്കുമ്പോൾ തിരിച്ചിടുക 1ന്റെ ഇമേജ് 2. അടുത്ത തിരിച്ച് ഇവിടെ 2ന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ ഇവിടെ നിന്ന് തിരിച്ചു നോക്കുക. 2ന്റെ ഇമേജ് 1, 2ന്റെ ഇമേജ് 1. തിരിച്ച് 3ന്റെ ഇമേജ് 3, 4ന്റെ ഇമേജ് 5, 5ന്റെ ഇമേജ് 4, 6 6 തന്നെ. F ഇൻവേഴ്സ് എഴുതാൻ എളുപ്പമാണ്. ഇനി ആൽഫ ബീറ്റയും ബീറ്റ ആൽഫയൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാലോ.